ഏറ്റവും സവിശേഷമായ ശ്രദ്ധയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഹൈന്ദവ നവോത്ഥാനവും പിന്നോക്ക പട്ടിക വിഭാഗങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ ഹൈന്ദവ ജനതയിൽ അതിൻ്റെ നീണ്ട കണ്ണികയിൽ അവസാനത്തെ ചിതറിയ കണ്ണികൾ അല്ലെങ്കിൽ കൂട്ടിച്ചേരാത്ത കണ്ണികളുടെ ഭാഗമായി നിൽക്കുന്ന പട്ടിക വിഭാഗങ്ങളുടെ സാമൂഹ്യനീതി പോരാട്ടങ്ങൾ ഏറ്റെടുക്കുവാൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കണ്ണികൾ തന്നെ മുന്നോട്ട് വരുന്ന കാലികമായ ഒരു അവസ്ഥ ഇന്ന് വളരെ സജീവമായി മാധ്യമങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പോസിറ്റീവായും നെഗറ്റീവായും കാണുന്നവരുണ്ടാവാം. പക്ഷേ കേരളത്തിലെ അധസ്ഥ ജനവിഭാഗങ്ങളുടെ മുന്നണി പോരാളിയും പേറ്റന്റ് പ്രസ്ഥാനവുമായ KPMS ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന ശുഭാപ്തി വിശ്വാസമില്ലാത്ത നമ്മുടെ ആളുകൾ അതിനെതിരായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഇതിന് മുന്നിട്ടിറങ്ങുവാൻ തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഹൈന്ദവ ജനതയുടെ ഏകീകരണം, ആ ഏകീകരണത്തിലൂടെ സാമൂഹ്യനീതി, എല്ലാവർക്കും സാമൂഹ്യനീതി എന്ന ആശയം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഐക്യത്തിൻ്റെ സന്ദേശവുമായി കേരളത്തിൽ സാമൂഹ്യനീതിയുടെ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടി, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉള്ള തീവ്ര യത്നമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത് ഹിന്ദു പാർലമെന്റിന്റെ ലക്ഷ്യവും ഹിന്ദു ഐക്യവേദിയുടെ ലക്ഷ്യവും പിന്നോക്ക പട്ടികജാതി ഐക്യവേദിയുടെ ലക്ഷ്യവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്ത് ഇവിടെ സാമൂഹിക നീതിയുടെ പക്ഷം പിടിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരും പ്രസ്ഥാനങ്ങളും വളരെയേറെ പ്രതീക്ഷകളാണ് താഴെ തട്ടിലുള്ള ആളുകൾ ഉള്ളത്. അതിനൊരു സംശയമില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഹൈന്ദവർ എന്ന് വിവക്ഷിക്കപ്പെടുകയും അത് അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത വിഭാഗങ്ങളെയും അവർ ഹൈന്ദവരാണെന്ന ആത്മാഭിമാനത്തോടു കൂടി അവരെ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും കഴിയുന്ന തരത്തിൽ അംഗീകാരം കൊടുക്കുക എന്ന മഹത്തായ കടമ നിർവഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് പൊതുമുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സാമൂഹ്യനീതിയുടെ പക്ഷം പിടിക്കുവാൻ എങ്കിലും നമുക്ക് കഴിയും.